കുട്ടികളാവാൻ ചികിത്സ എടുക്കുന്നവർ പലരും പല ടിപ്പുകളും യൂട്യൂബിൽ നിന്നായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും നിങ്ങൾ ഈവൻ ഈ പേജിൽ നിന്നാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് മുഖേന പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് കൂടെയുണ്ട്. ഈ ടിപ്പുകളെല്ലാം മാത്രം നോക്കിയിട്ട് അവർ കുട്ടികളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതുകൊണ്ട് മാത്രം കുട്ടികളാവുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുട്ടികളാവാത്തത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഈ കാരണം മനസ്സിലാക്കിയതിന് ശേഷം അതിനുതകുന്ന ചികിത്സയോടൊപ്പം ഈ പറയുന്ന ടിപ്പുകളും അതുപോലെയുള്ള വ്യായാമങ്ങളും മറ്റുമെല്ലാം ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. ഉദാഹരണത്തിന് ബീജങ്ങളുടെ എണ്ണം കുറവുള്ള ആള്, ഒലിഗോസ്പെർമിയ അല്ലെങ്കിൽ ഒലിഗോസ്തെനോസ്പെർമിയ, ബീജങ്ങളുടെ മോട്ടിലിറ്റി കുറവുള്ള ഒരാൾക്ക് ചില ഭക്ഷണങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഈ ഭക്ഷണകാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ ബീജങ്ങളുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇവയെല്ലാം വർദ്ധിക്കുകയില്ല. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ ബീജങ്ങളുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറഞ്ഞിട്ടുണ്ടാവും. അതിനുള്ള ചികിത്സ നിങ്ങൾ എടുക്കണം. അതുപോലെ PCOD PCOS ഒക്കെ ഉള്ള സ്ത്രീകളിൽ അവരുടെ ഓവുലേഷൻ കൃത്യമാകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എക്സസൈസുകളും മറ്റും അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനുകളും എല്ലാം നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ഈ ഡയറ്റ് പ്ലാനുകളും എക്സസൈസ് പ്ലാനുകളും കൊണ്ട് നിങ്ങളുടെ PCOD അല്ലെങ്കിൽ PCOS മാറിയിട്ട് നിങ്ങൾക്ക് ഗർഭധാരണം സാധ്യമാകണമെന്നില്ല. എന്തെങ്കിലും ഒരു റൂട്ട് കോസ് ഉണ്ടായിരിക്കണം. ആ റൂട്ട് കോസ് നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഗർഭധാരണം സാധ്യമാകുകയുള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചികിത്സ എടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുക.